ഒരു തവണ അവിടെ നിന്ന് വെച്ച് കൊടുത്ത് അതിപ്പുറം വരുമ്പോഴത്തേക്ക് തന്നെ അത് കംപ്ലീറ്റ് ആയി ചണ്ടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഒരു 4 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറുനാരങ്ങ 95 കഴിഞ്ഞു, 96 ഡിഗ്രി അത്രയും ചൂടിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ മുകളിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പാട പോലെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ROVER യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു വെച്ചേക്കണേ. ഇന്ന് ROVER നിങ്ങളെ കൊണ്ടുപോകുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് പട്ടുവം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. അവിടെ ഒരു പപ്പുവാൻ എന്നൊരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ചെയ്തെടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുഗർ കെയിൻ സിറപ്പാണ് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മളെ ശർക്കരയ്ക്കും അതേപോലെ പഞ്ചസാരയ്ക്കും തേനിനും പകരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മധുരത്തിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അവിടെ ചെയ്തെടുക്കുന്നത്. നല്ല അധ്വാനം തന്നെ ഉണ്ട് ആ ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമ്മളെ കയ്യിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ ചെയ്തെടുക്കുന്നു, എന്തൊക്കെയാ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്ന് നമ്മൾ കാണാൻ പോവാണ്. നേരെ നമുക്ക് കമ്പനിയിലേക്ക് പോവാം. പപ്പുവാൻ കമ്പനിയുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ വരുന്ന കരിമ്പുണ്ടല്ലോ, ലോഡ് കണക്കിന് വരുന്ന കരിമ്പ് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് ക്ലീനിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ്. ആ ക്ലീനിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും, അത് ചെറിയ കുഞ്ഞു മക്കൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന, ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറമേ ഉള്ള ഒത്തിരി പൊടികളും കാര്യങ്ങളൊക്കെ അതിൽ നമുക്കറിയാം. അതിൻ്റെ ഒരു കരിമ്പ് നമ്മൾ കാണുന്നതാണ്, അതിന് ബ്ലാക്ക് കളറൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലീൻ ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ട് അതിൽ ചെയ്തെടുത്താൽ മാത്രമേ ഇതിന് ആ പ്രോസസ്സിങ്ങിലേക്ക്, മെഷീനിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കരിമ്പിൻ്റെ ജ്യൂസ് എടുക്കുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു മെഷീനിലേക്കാണ് കേട്ടോ മാറ്റുന്നത്. ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് ചെറിയൊരു മെഷീനില്ല. സാധാരണ നമ്മൾ കാണുന്ന കരിമ്പ് ജ്യൂസ് ചെയ്യുന്നത് ചെറിയ മെഷീൻസ് നമ്മൾ കാണുന്നതല്ലേ. ഇതൊരു 7.5 HP ഒരു മോട്ടർ വെച്ചിട്ടാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹെവിയാണ് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത്. 1ഉം 2ഉം തവണയൊന്നും നമ്മൾ ആ കരിമ്പ് മാറ്റി എടുക്കണ്ട. ഒരു തവണ അവിടെ നിന്ന് വെച്ച് കൊടുത്ത് അതിപ്പുറം വരുമ്പോഴത്തേക്ക് തന്നെ അത് കംപ്ലീറ്റ് ആയി ചണ്ടിയായിട്ട് മാറിയിട്ടുണ്ട്, അത് വേസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ആ തൊട്ടടുത്ത ഒരു ഭാഗത്ത് കൂടിയിട്ട് ഈ നമ്മുടെ ജ്യൂസ് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൺ ടൈം ഒരു തവണ മാത്രമേ അതിന് വെച്ച് കൊടുക്കണ്ടൂ. അത് ഒരു തവണ അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെയും നമ്മൾ സാധാരണ കാണുന്ന അങ്ങനെയാണല്ലേ, ഒരു കരിമ്പ് ഒരു ഭാഗത്തൂടെ കൊടുത്ത് തിരിച്ച് അപ്പുറം പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെയും ഇവിടെ കൊടുത്തിട്ട് ഇവിടുന്ന് 2ാമതും 3ാമതും അടിച്ചിട്ടാണ് അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ജ്യൂസ് എടുക്കുന്നത് അല്ലേ. ഒരു തവണ മാത്രമേ ഈ ഒരു മെഷീനിൽ ഇത് കൊടുക്കണ്ടൂ. അതുകൊണ്ട് തന്നെ സമയ ലാഭമുണ്ട്. ഒരെണ്ണം വെച്ചിട്ടല്ല കൊടുക്കുകയും ചെയ്യുന്നത്. സാധാരണ നമ്മൾ കാണുന്ന എല്ലാ മെഷീനിലും ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കാണാറുള്ളത്. ഇവിടെ 5ഉം 6ഉം 8ഉം പീസ് നമുക്ക് ഒരേ സമയം തന്നെ ഈ ഒരു മെഷീനിൽ കൊടുക്കാൻ പറ്റും. അത് വലിയൊരു എന്താ പറയുക, നമ്മുടെ സമയത്തിൻ്റെ ലാഭം വലിയ രീതിയിൽ നമുക്കതിൽ കിട്ടുന്നുണ്ട്. അത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് കൂടി ഇത് നിങ്ങൾ കണ്ടോ വന്നിട്ട് വീഴാണ് ഈ ഒരു ജ്യൂസ്. ഇവിടെ 2 തവണയാണ് ആ ഫസ്റ്റ് ടൈം തന്നെ ഇതിനെ പൊടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി 2 തവണ ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒന്ന് മേലെ വെച്ചിട്ടുണ്ട്, തൊട്ട് താഴെ വേറൊരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട്. ഈ 2ഉം വെച്ചിട്ടാണ് ഇതിന് ആദ്യത്തെ ഫസ്റ്റ് ടൈം തന്നെ ഇതിനെ അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്ത് ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു തവണയും കൂടി ഇത് അരിച്ചെടുക്കാനുണ്ട്. കോട്ടൺ വെച്ചിട്ട് ഒരു പൊടിയുടെ ഭാഗവും അതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. അത്രമാത്രം ആ ഫസ്റ്റ് ടൈമിൽ തന്നെ ആ ജ്യൂസ് എടുക്കുന്ന സമയത്ത് തന്നെ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റ് പാർട്ടാണ് ഇവിടുന്ന് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുന്ന് കളക്ട് ചെയ്തതിന് ശേഷം ഞാനൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഇവിടെ തന്നെയാണോ ഡംപ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നത്? ഇവിടുന്ന് ഇതിനെ കൊണ്ടുപോകുന്നുണ്ട് ഒരു ഫാമിലേക്കാണ്. പല ഫാമുകാരും വന്നിട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചാക്കിലാക്കിയിട്ട് വെച്ച് നിങ്ങൾ കാണുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിനെ തിളപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിനെ തിളപ്പിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഒരു വലിയൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം, ഫുഡ് ഗ്രേഡായി പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആ രീതിയിൽ ഒരു ഫുഡ് ഗ്രേഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റീൽ. ഇതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഇതൊന്നും നമുക്കിപ്പം ഡയറക്റ്റ് നമുക്ക് അവൈലബിൾ അല്ല. ആ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടാണ് ഇതിനെ ബോയിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. ആ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. 1 അല്ല 2 പാത്രത്തിൽ വെച്ചിട്ടാണ് ഇത് ഇവിടുന്ന് ഇതിനെ ബോയിൽ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ബോയിൽ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ ബോയിൽ ചെയ്യുന്ന കാര്യമല്ല കേട്ടോ നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഏകദേശം ഒരു 9 മണിക്കൂറിൻ്റെ മുകളിൽ ഇത് ബോയിൽ ചെയ്തെടുക്കണം. ഇത് ഞാൻ ഈ പറഞ്ഞ ഒരു പ്യുവറായിട്ടുള്ള ഒരു പപ്പുവാനായിട്ട് മാറി വരണമെങ്കിൽ, പപ്പുവാൻ എന്ന് പറയുന്നത് ഇവരുടെ ബ്രാൻഡ് നെയിമാണ്. ആ ഒരു പപ്പുവാൻ എന്ന് പറയുന്ന പേര് തന്നെ അതിൽ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഇതിലേക്ക് കൊടുത്തതിന് ശേഷം ഇത് 9 മണിക്കൂർ ഇതിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ തിളപ്പിച്ചെടുത്തതിന് ശേഷം, അതായത് ഇതിൻ്റെ തിളപ്പിക്കുന്ന ഓരോ സമയത്തും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളും വരുന്നുണ്ട്. ഓരോ ടൈമിനും
ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇടപെട്ടിട്ടൊക്കെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഒരു 4 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ ഒരു പാർട്ട് അതിൽ പിഴിഞ്ഞ് കൊടുക്കണം. ആ ചെറുനാരങ്ങ ഇതിൽ കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ലിക്വിഡ് ഫോമാണ്. ആ ലിക്വിഡ് ഫോമിലാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു ബോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് ഫോമിലായിരിക്കും നമുക്ക് ആവശ്യമുള്ളത്. ആ ലിക്വിഡ് ഫോം മാറിയിട്ട് ഒരു കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ചെറുനാരങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതൊക്കെ കറക്റ്റ് ആയിരിക്കണം. അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അളവുണ്ട്. ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് അതിൽ ചേർക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത്. അതിനുള്ള ഒരു കാര്യവും ഇവരുടെ ഈ ഒരു പ്രോഡക്റ്റിൽ ആഡ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം അത്രമാത്രം ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത്. പല ലാബുകളിലും കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്തു. അതിന്റെ റിപ്പോർട്ടോട് കൂടിയിട്ടാണ് പപ്വാൻ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിലുള്ള ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് ഏതൊരു കുഞ്ഞു മക്കൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടകരമായ ഒരു കാര്യം, സങ്കടം എന്ന് തന്നെ അതിന് പറയേണ്ടി വരും. ഞാൻ കരുതി ഇത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ 220 ലിറ്റർ ചെയ്തെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 150 ലിറ്ററെങ്കിലും ഇവരെ കയ്യിലേക്ക് ഇത് കിട്ടുമെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ. അതിനെ പൂർണ്ണമായിട്ടും തകിടം മറിച്ച് കളഞ്ഞു. ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഒരു 9 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് വെറും 40-45 ലിറ്റർ മാത്രമേ ഈ പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഇവരുടെ കയ്യിലേക്ക് കിട്ടുന്നുള്ളൂ. തിളച്ചു വരുന്ന സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതിൽ നിന്ന് ഒരു പാർട്ട്, മേലെയുള്ള ഒരു പാർട്ടിൽ നിന്ന് ഇങ്ങനെ കോരി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര മാത്രം ഇതിനെ അരിച്ചെടുത്ത് കഴിഞ്ഞാലും അതിലൊരു ചെറിയ കണികകളായി നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള പൊടികൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും അതിലേക്ക് ആഡ് ആവുന്നുണ്ട്. അതിൽ നിന്ന് മാറ്റുക എന്നുള്ളത്, അതായത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പൊടികൾ മുകളിലേക്ക് പൊങ്ങി വന്നുകൊണ്ടിരിക്കുക. അതിനെ കൂടി അതിൽ നിന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മേൽഭാഗത്ത് വരുന്ന ഈ ഒരു പാടയായിട്ടുള്ള ഈ ഒരു ഭാഗത്തിന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് ഇത് കഴിയുന്നത് വരെ ഇതിങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോ ഘട്ടമായിട്ട് അതിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പ്യുവർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കാണുന്നത് ഇതിന്റെ ചൂട് എത്ര ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തെർമോമീറ്റർ വെച്ചിട്ട് അതിനെ ചെക്ക് ചെയ്യാണ്. ഇപ്പം അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും 95 കഴിഞ്ഞു, 96 ഡിഗ്രി. അത്രയും ചൂടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 96 അല്ല, അതിലും കയറി പോകുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 100 ഡിഗ്രിയോളം ഇപ്പോൾ ഒരു ചൂട് നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഇത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി തീ കൊടുത്തിട്ട് ബോയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് ചെയ്തെടുക്കുന്നതിൻ്റെ എക്സ്പെൻസ് നമ്മളെ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോകും കേട്ടോ. അത്രമാത്രം എക്സ്പെൻസീവ് ആണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസ് കുറ്റി ഉണ്ടല്ലോ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതല്ല, ആ വലിയ ഗ്യാസ് കുറ്റിയുടെ ഒരെണ്ണം പോരാ, ഒന്നിൽ കൂടുതലായിട്ട് വേണം ഇത് ആ ഒരു 9 മണിക്കൂർ തിളച്ച് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക്. ഇതിലേക്ക് ഞാൻ നേരത്തെ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ 220 ലിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ 45 ലിറ്റർ ഇത് കംപ്ലീറ്റ് ബോയിൽ ചെയ്ത് 9 മണിക്കൂർ കഴിഞ്ഞിട്ട് കയ്യിലേക്ക് കിട്ടുള്ളൂ. അതുമാത്രമല്ല മാർക്കറ്റിംഗ് എക്സ്പെൻസും ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു പ്രോഫിറ്റ് മാത്രമാണ് പപ്പുവാൻ പ്ലാൻ ചെയ്യുന്നത്. അവിടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് നല്ലൊരു പ്രോഡക്റ്റ്, ശുദ്ധമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മളെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും കൂടുതലായിട്ട് പപ്പുവാൻ ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 9 മണിക്കൂറിന്റെ മേലെ ബോയിൽ ചെയ്തെടുത്തുള്ള കെയിൻ സിറപ്പാണ് ഇവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. ഇതൊരു കൂട്ടിൻ്റെ ഉള്ളിൽ, നെറ്റിന്റെ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് മാറ്റി വെച്ചത് എന്തിനാ ഇങ്ങനെ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അടച്ചു വെക്കാൻ പാടില്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന നീരാവിനെ കൊണ്ട് തിരിച്ച് അതിലേക്ക് വെള്ളമായിട്ട് എന്തെങ്കിലും ഉറ്റിക്കഴിഞ്ഞാൽ അത് ഈ എടുത്ത പണി കംപ്ലീറ്റ് വേസ്റ്റ് ആയി പോകും, മോശമായി പോകും ആ ഒരു പ്രോഡക്റ്റ്. അത്രമാത്രം ഇതിനെ ശ്രദ്ധിക്കണം. ഒരു വെള്ളത്തിനൊരു അംശം പോലും അതിലേക്ക് ആഡ് ആവാത്ത രീതിയിൽ അതിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട്ടിൻ്റെ ഉള്ളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഒരു പൊടിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു പാറ്റയോ ഒന്നും ഇതിലേക്ക് വരാത്ത രീതിയിൽ അതിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, 400 ലിറ്ററിന്റെ മേലെ ബോയിൽ ചെയ്തെടുത്ത സംഭവമാണ് നമ്മൾ ഇവിടെ കാണുന്ന ഒരു 80-85 ലിറ്റർ ആയിട്ട് ചുരുങ്ങി വന്നിരിക്കുന്നത്. അത്രമാത്രം ഇതിൽ നിന്ന് ലാസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നുള്ളൂ. ഇനി ഇതിന്റെ മുകളിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പാട പോലെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും കൂടി ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം, മാറ്റിയെടുക്കണം. അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും ആ എടുക്കുന്ന അതിൽ കൊടുക്കുന്ന സ്പൂൺ ആയിക്കോട്ടെ, പ്ലേറ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിനൊക്കെ നന്നായിട്ട് അതിന് ഡ്രൈ ചെയ്തെടുക്കണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, ഇത് നന്നായിട്ട് കൂളായതിനു ശേഷം, തണുത്തതിന് ശേഷമാണ് അതിനൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമ്മളെ കയ്യിലേക്ക് പപ്പുവാൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പപ്പുവാൻ ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ണറല്ല രാജേട്ടൻ മുന്നേ ഞാനിപ്പോൾ ഉള്ളത്. രാജേട്ട നമസ്കാരം. നമസ്കാരം. ഓക്കെ, കമ്പനിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ശുദ്ധമായിട്ടുള്ള മധുരം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി കേന്ദ്ര കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പപ്പുവാൻ എന്ന ബ്രാൻഡിൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ പപ്പുവാൻ കെയിൻ സിറപ്പ്. ശുദ്ധമായ മധുരം എന്ന് പറയുമ്പോൾ ഇന്ന് വിപണിയിൽ കിട്ടുന്ന പഞ്ചസാര, വെല്ലം എന്നിവയിലടങ്ങിയിട്ടുള്ള മാലിന്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് ബോധ്യം ഉള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി കരിമ്പിൻ്റെ ജ്യൂസ് 9-10 മണിക്കൂർ തിളപ്പിച്ച് എടുക്കുന്നതും അതിൻ്റെ അകത്ത് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ പ്രതിരോധശേഷി
വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൂലകങ്ങളും അതുപോലെ വിറ്റമിനുകളും അടങ്ങിയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള മധുരമാണ് ഈ കെയിൻ സിറപ്പ്. ഓക്കെ, ഇത് ശരിക്കും എന്തിനൊക്കെ ഇത് ഉപയോഗിക്കുന്നത്? നമ്മള് പഞ്ചസാര, വെല്ലം, തേൻ ഉപയോഗിക്കുന്ന എല്ലാ മധുരത്തിനും ഈ കെയിൻ സിറപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിപ്പോ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ആദ്യം അതിന്റെ കളർ ഞാനൊരു ബ്ലാക്ക് കളറിലാണ് നിങ്ങൾ അത് ഒഴിക്കുന്ന സമയത്ത് കണ്ടത്. അത് ശരിക്കും അങ്ങനെയാണ്? ഇത്രയും പ്യൂരിറ്റിയോട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ കളർ അങ്ങനെ തന്നെയാണ് വരുന്നത് അല്ലെ? പക്ഷെ ലാസ്റ്റ് കണ്ട ഒരു ഗോൾഡൻ കളർ കണ്ടിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് കരിമ്പ് ജ്യൂസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഫസ്റ്റിൽ കാണുന്നത് മഞ്ഞ കളറായിരിക്കും ഉണ്ടാവുക. അതിന്റെ കരിമ്പിന്റെ അകത്തുള്ള ആ കറ പെട്ടെന്ന് തന്നെ 1-2 മിനിറ്റ് നമ്മൾ ജ്യൂസ് വെച്ച് കഴിഞ്ഞാൽ തന്നെ കറുപ്പ് കളറിലേക്ക് മാറും. ആ കറുപ്പ് കളറ് നമ്മൾ ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 9-10 മണിക്കൂർ ഇതിൻ്റെ പ്രോസസ്സിങ് സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ നമ്മളിത് ജ്യൂസ് എടുത്തതിന് ശേഷം തന്നെ 2-3 പ്രാവശ്യമായിട്ട് അതിനെ അരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ബോയിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തു നിന്നും ഇതിൻ്റെ അകത്ത് വരുന്ന മാലിന്യങ്ങൾ, മറ്റു മാലിന്യങ്ങൾ ഒക്കെ നീക്കം ചെയ്തതിന് ശേഷമാണ് ഏകദേശം ഒരു 8 മണിക്കൂറിന് ശേഷം എത്തുമ്പോഴാണ് ഇത് ഗോൾഡൻ കളറിലേക്ക് മാറി വരുന്നത്. അതിൻ്റെ അകത്തുള്ള എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്തു എന്നുള്ള അർത്ഥം തന്നെയാണ് അത് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? റേറ്റ് ഇപ്പോൾ നമ്മൾ 600 ഗ്രാമിന്റെ ഒരു ബോട്ടിലാണ് നമ്മളിപ്പോൾ വിപണിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. അതിന് 399 രൂപ വില വരുന്നുണ്ട്. GST അടക്കം അതിൽ വരുന്നുണ്ട്. ഇത് എവിടം വരെ ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ഇപ്പൊ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ? അതെ, ഇതിപ്പോൾ ആരെങ്കിലും കൊറിയർ സർവീസ് ആയിട്ട് നമ്മൾക്കിപ്പോൾ ഇവിടെ വേണമെങ്കിൽ അയച്ചു കൊടുക്കാവുന്നതാണ്. ഈ പറയുന്ന നമ്മുടെ സംഖ്യയും അതുപോലെ കൊറിയറിന് ആവശ്യമായ ചാർജ്. അത് കേരളത്തിൽ മാത്രമാണല്ലോ? കേരളത്തിൽ പുറത്തായാലും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ ആരെങ്കിലും വിളിച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്? ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ പല കമ്പനിയുമായിട്ട് ചർച്ച നടത്തി വന്നിട്ടുണ്ട്. നമ്മളെ ലുലു ഗ്രൂപ്പ് അടക്കമുള്ളവരുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. വിളിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം ചെയ്യും. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കോയമ്പത്തൂരുള്ള ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ ഒരു റിസർച്ച് സെൻ്ററാണ്, ഒരു ഗവേഷണ സ്ഥാപനമാണിത്. ഇവിടെ നമ്മൾ മുഖ്യമായിട്ടും ചെയ്യുന്നത് കരിമ്പിനോടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങളാണ്. അപ്പോൾ 2019 വ്യാപകമായ തോതിൽ നമ്മുടെ ശർക്കരയിൽ മായം ചേർക്കുന്നതിനായിട്ടും അത് കണ്ണൂരിലേക്കുള്ള ട്രാൻസ്പോർട്ട് നിഷേധിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഇതിന് പകരം ഒരു ആൾട്ടർനേറ്റീവ് ഒരു ടെക്നോളജി എന്ന നിലയ്ക്ക്, അതായത് മായം ചേർക്കാത്ത ശർക്കരയെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമ്മൾ ഈ ഖരരൂപത്തിലുള്ള ശർക്കര ഉണ്ടാക്കുമ്പോഴാണ് പലപ്പോഴും മാരകമായ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. കാരണം അതിന് കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പും അതുപോലെ നിറവും ഗുണമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത്, നാട്ടുകാരൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ അതൊക്കെ ഉപയോഗിക്കാതെ എങ്ങനെ നമുക്ക് ഒരു ശർക്കര നിർമ്മാണം ഉണ്ടാക്കാം എന്നുള്ളതിലേക്കാണ് നമ്മളിത് നോക്കിയത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ദ്രവരൂപത്തിലുള്ള ശർക്കര ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കൃത്രിമമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ കണ്ടെത്തൽ നടന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് ഈ ഖരരൂപത്തിലുള്ള ശർക്കര ഉണ്ടാക്കുന്നതിന് പകരം ദ്രവരൂപത്തിലുള്ള ശർക്കരയുടെ ഒരു ഫോർമുലേഷൻ, ഒരു ടെക്നോളജി നമ്മൾ ഉണ്ടാക്കി. ആ ടെക്നോളജി, ആ സാങ്കേതിക വിദ്യയാണ് നമ്മൾ ശരിക്കും ഇവിടെ ഒരു 12ഓളം പേർക്ക് നമ്മൾ ലൈസൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന മെച്ചം എന്ന് പറയുന്നത് ഈ മായത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. ബാക്കി അത് അങ്ങനെ മായം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശർക്കര എന്ന് പറയുന്നത് നല്ലൊരു മധുര പദാർത്ഥമാണ്. കരിമ്പിൽ നിന്ന് നേരിട്ട് ഉണ്ടാക്കുന്ന ഒരു കരിമ്പ് പദാർത്ഥമാണ്. അപ്പോൾ അതിൽ കൃത്രിമമായിട്ട് വേറൊന്നും ചേർക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം പറഞ്ഞാൽ എല്ലാ ആരോഗ്യദായകമായ മൂലകങ്ങളും വിറ്റാമിനുകളും അതുപോലെ ബാക്കി ആൻറ്റി ഓക്സിഡൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് ഈ ഷുഗർ കെയിൻ കരിമ്പിൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത്. ആ ജ്യൂസിനെ കുറുക്കിയിട്ടാണ് നമ്മൾ ശർക്കര ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ ആർക്കും ഒരു എതിരഭിപ്രായം ഇല്ല. പക്ഷേ അതേസമയം ഈ മായം ചേർക്കുന്നത് അല്ലെങ്കിൽ ഇത് ഖരരൂപത്തിലുള്ള ശർക്കര ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് പലപ്പോഴും ഇതിനെ ഹാനികരമായിട്ട് തീരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നല്ല ഒരു രാസപദാർത്ഥങ്ങളോ ഇല്ലാതെ തന്നെ ഒരു ശർക്കര നമുക്ക് മധുരപദാർത്ഥം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അത് മറ്റേ ശർക്കരയ്ക്ക് പകരം എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ളതാണ്. കാരണം അതിനകത്ത് വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കാരണം നമ്മൾ പലപ്പോഴും ശർക്കര ഉപയോഗിക്കുന്നത് തന്നെ ഖരരൂപത്തിലുള്ളതിനെ ഉരുക്കിയെടുത്ത് ദ്രവരൂപത്തിലാക്കിയിട്ടാണ്. കാരണം പറഞ്ഞാൽ അതിനകത്ത് പല കണങ്ങൾ പൊടികളൊക്കെ ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദ്രവരൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ദ്രവരൂപത്തിലാണ് അങ്ങനെ ശർക്കര നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഡ്രഗ്ജറി, അതായത് ഇതിനെ ചുരണ്ടുക അല്ലെങ്കിൽ ഇതിനെ ഹീറ്റ് ചെയ്തിട്ട് ദ്രവരൂപത്തിലാക്കുക എന്നുള്ള പ്രോസസ്സൊന്നും ഇല്ലാതെ തന്നെ നമുക്കിതിനെ നേരിട്ടായിട്ട് എല്ലാ സ്വീറ്റ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലും നമുക്ക് നേരിട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് പിന്നെ രാസപദാർത്ഥങ്ങളില്ലാത്തത് കൊണ്ട് ഹെൽത്തിന് വളരെ നല്ലതും കൂടിയാണ്.
ഇത്രയാണ് പപ്പുവാന്റെ വിശേഷങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ധൈര്യമായിട്ട് നമ്മുടെ ചെറിയ കുഞ്ഞു മക്കൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രോഡക്റ്റ് ചെയ്ത് നമ്മൾ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് പപ്പുവാന്റെ ഓരോ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.